വാരപ്പെട്ടിയിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 15 വാർഡുകളാണ് ഇവിടെയുള്ളത്. ഭരണം നിലനിർത്താൻ കഴിയുമെന്ന് നേതാക്കൾ അവകാശപ്പെട്ടു. വാരപ്പെട്ടിയിലെ 15 വാർഡുകളിൽ 10ഇടത്താണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും 2ഇടത്ത് വീതവും കേരള കോൺഗ്രസ് ജേക്കബ് 1 വാർഡിലുമാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. നമുക്ക് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി വൻ വിജയം കരസ്ഥമാക്കിക്കൊണ്ട് ഒരു തുടർ ഭരണം വാരപ്പെട്ടിയിൽ ഉറപ്പുവരുത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണം. ആ തുടർ ഭരണം ഉറപ്പുവരുത്തുവാൻ വേണ്ടിയുള്ള 15 സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടുള്ളത്. ആ 15 സ്ഥാനാർത്ഥികളും നമ്മുടെ വാരപ്പെട്ടിയുടെ ഹൃദയം അറിയാവുന്നവരും ഹൃദയത്തെ തൊട്ട് പ്രവർത്തിക്കുന്നതുമാണ്. അതുകൊണ്ട് കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൻ്റെ വിലയിരുത്തലും മുന്നോട്ട് ഈ കേരള സംസ്ഥാനം ആര് ഭരിക്കണം എന്നുള്ളതിൻ്റെ വിധിയെഴുത്തുകൂടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 15ൽ 15 സീറ്റും നേടി ഈ പഞ്ചായത്ത് നിലനിർത്തും എന്നുകൂടി പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി 13ാം വാർഡിൽ മത്സരിക്കും. മുമ്പ് അവർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്നിട്ടുണ്ട്. സിറ്റിംഗ് മെമ്പറായ ഷജി ബസ്സി 15ാം വാർഡിലും മുൻ മെമ്പർ PA യൂസഫ് 14ാം വാർഡിലും മത്സരിക്കും. 1ാം വാർഡിൽ സജിത ഗോപി, 2ാം വാർഡിൽ ഷാജു ലൂക്കോസ്, 6ാം വാർഡിൽ TN ശശി, 7ാം വാർഡിൽ ഉമൈബ അഷ്റഫ്, 8ാം വാർഡിൽ സംഗീത പ്രതീഷ് കുമാർ, 9ാം വാർഡിൽ അരുൺ അയ്യപ്പൻ, 10ാം വാർഡിൽ ബിനു അജയ്കുമാർ എന്നിവരും കോൺഗ്രസിൽ നിന്ന് മത്സരിക്കും. മുസ്ലിം ലീഗിൽ നിന്ന് മുൻ മെമ്പർ അൻസി ഹാരിസ് 4ാം വാർഡിലും അജ്മി അൻസാരി 5ാം വാർഡിലും മത്സരിക്കും. സിറ്റിംഗ് മെമ്പർ PP കുട്ടൻ 3ലും പത്മിനി സുകുമാരൻ 12ലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് സ്ഥാനാർത്ഥികളാകും. 11ാം വാർഡിൽ മത്സരിക്കുന്ന PT മാത്യുവാണ് കേരള കോൺഗ്രസ് ജേക്കബിന്റെ സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥി പ്രഖ്യാപന യോഗത്തിൽ നേതാക്കളായ PK ചന്ദ്രശേഖരൻ നായർ, റോയി സ്കറിയ, നിസാർ ഈറക്കൽ, മാത്യു A കൊറ്റം, എബി എബ്രഹാം, ഹാൻസി പോൾ, PS നജീബ്, ഷാജി വർഗീസ്, MS ബെന്നി തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ്, വാരപ്പെട്ടി.